ഇപ്പോഴും അജീഷ് ഏട്ടൻ എന്നാണ് പലവരുടെയും ഇപ്പോഴും ആ ഒരു ഒറ്റ സാധനല്ലേ പലവരുടെ മനസ്സിൽ അജീഷ് ഏട്ടൻ ഇപ്പോഴും കിടക്കുന്നുണ്ട്. അഖിലേഷ് ഏട്ടൻ ഇപ്പൊ ഞാൻ നടന്നേ ഏലക്കായിട്ട് ഒരു ചായ വേണം എന്ന് പറഞ്ഞ ഹോട്ടലായിരുന്നു. പെട്ടെന്നൊക്കെ ഞെട്ടിപ്പോയി. ഇത് ഒരു 7 വർഷമായി പിന്നെ പടം ഇറങ്ങിയിട്ട് ആൻഡ്രോയിഡ് കുഞ്ഞിപ്പോ. അപ്പൊ അയാളെ മനസ്സിൽ ഇപ്പം ഞാനുണ്ട്. ആ ചായ അടിക്കാൻ ആകെ ചെറിയ സീനാ. അപ്പൊ അങ്ങനെയൊക്കെ ചില ഇപ്പൊ അഖിലേഷ് ഏട്ടന് 12 സെക്കൻഡാണ് ആകെ ഇല്ലത്. ഒറ്റ ഡയലോഗ് വേണ്ടി വന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ഇപ്പൊ തൊണ്ടിമുതലെ കവി രാജേഷ് അമ്പത്ത് അങ്ങനെ ചില വേഷങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് എന്തോ ഭാഗ്യത്തിന് കിട്ടുന്നുണ്ടല്ലോ. അത് പ്രേക്ഷകൻ തരുന്നൊരു സ്നേഹമാണ്. അവര് നമ്മുടെ എപ്പോഴും സ്നേഹ. ഇപ്പൊ കുറെ പേരുടെ കൂടെ അഭിനയിച്ചില്ല. ഇനിയിപ്പോ ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഏതെങ്കിലും നടന്മാരുടെ സംവിധായകരുടെ കൂടെ അഭിനയിക്കാൻ ഇനി മോഹം ബാക്കി നിൽക്കുന്ന ഏതൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്? അങ്ങനെയൊന്നുമില്ല. മോഹങ്ങളും ആഗ്രഹങ്ങളൊന്നും അങ്ങനെ ഇല്ല. അപ്പൊ ഒരു യാത്രയിൽ ഇങ്ങനെ സംഭവിച്ചു പോകുന്ന കുറെ കാര്യങ്ങൾ പ്ലാനിംഗ് ഒന്നും ഇല്ല തോന്നുന്നു. അങ്ങനെ സംഭവിച്ചു പോകുന്നതല്ല. എല്ലാം അങ്ങനെ സംഭവിച്ചു പോയതാണ്. അങ്ങനൊന്നും ആഗ്രഹിക്കില്ല. ചില കാര്യങ്ങൾ എൻ്റെ അടുത്തേക്ക് വരും. അപ്പോൾ അത് ചെയ്യും. അത് ചില നിമിത്തങ്ങൾ പോലെയാണ് സംഭവിക്കുന്നത്. അങ്ങനെ കുറെ കാര്യങ്ങൾ ഇനി വരുന്നുണ്ട്. കുഴപ്പമില്ല. ടീമിന്റെ ഒരു സിനിമ ഇനി വീണ്ടും തീർച്ചയായും ഉണ്ടാവും. ആ മറിമായത്തിന്റെ പുതിയ സിനിമ ഉണ്ടാവും. എന്തായാലും മണികണ്ഠൻ പട്ടാമ്പി, നിയാസ് ബക്കർ, അതുപോലെ ഷരീം ഹുസൈൻ, ആ ടീം ഒരു ഗംഭീര പടം ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ മറിമായത്തിന്റെ എല്ലാം ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഒരു ആക്ഷേപത്തിലൂടെയൊക്കെ പോകുന്നുണ്ട്. എല്ലാവരും അംഗീകരിക്കുന്നത്. ഇടക്കാലത്ത് ഈ പറഞ്ഞ പോലെ മീഡിയനൊക്കെ ഒരു ഓൺലൈൻ മീഡിയനൊക്കെ ഒരു കളയിക്കുള്ള സാധനങ്ങൾ അതിലും കുറച്ച് വിമർശനങ്ങളൊക്കെ അതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതെ അതുണ്ട്. അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? അതോ ഇല്ല അതില്ല. അതിങ്ങനെ വരും. അവര് നമ്മുടെ പലതും ഞാൻ ഇപ്പൊ മീഡിയയിൽ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഞാൻ പിന്നെ ഇലക്ഷൻ വോട്ടിന്റെ ചെയ്യുമ്പോൾ മീഡിയാസൊക്കെ വന്ന് ഭയങ്കര ഇതാക്കി അത് പിന്നെ കട്ടിങ് ആക്കിയിട്ട് ചില സാധനങ്ങളെല്ലാം പോയി. പക്ഷെ അത് നമ്മളത് ഒരു ഭാഗം അവരെ അത്രേ ഉള്ളൂ. നമ്മുടെ ഒരു ചിന്തയും നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ നന്മകൾ മാത്രമാണ് പ്രതീക്ഷിച്ചു പോകുന്നത്. വേറൊന്നുമില്ല. അപ്പൊ അത് എന്തായാലും പിന്നെ പ്രേക്ഷകൻ അവരാണ് തീരുമാനിക്കുന്നത്. നമ്മൾ എവിടെ നിൽക്കണം, ഇരിക്കണം, എന്ത് ചെയ്യണം എന്ന്. അവരില്ലേ നമ്മളില്ല. അവർക്ക് നമ്മളെ കാര്യമാണ്. നമ്മളറിയാം. ഉണ്ണി അറിയുന്നില്ല അറിയാം. അപ്പം അവരെന്ന സ്നേഹം തന്നെയാണ് ഇന്ന് ഇങ്ങനെ നിങ്ങളെ മുമ്പിൽ ഇങ്ങനെ ചാനലിൽ പോയി നിൽക്കാൻ പറ്റും. നിങ്ങൾ പണ്ടെങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും പോകുന്നത്. അപ്പൊ എന്തായാലും പുഷ്പാങ്കദൻ ഈ പറഞ്ഞ പോലെ ഒന്നാം സ്വയംവരം തകർക്കട്ടെ. അപ്പൊ പ്രേക്ഷകരോട് ഒന്നുകൂടി എന്താണ് പറയാനുള്ളത്? ഏറെ സ്നേഹം, സന്തോഷം പ്രിയപ്പെട്ടവരെ. ജനുവരി 16 പുഷ്പാങ്കദൻ ഒന്നാം സ്വയംവരം തിയേറ്ററിൽ റിലീസ് ആവുന്നുണ്ട്. തൊട്ടടുത്ത തിയേറ്ററിലൊക്കെ ഉണ്ട്. നിങ്ങൾ സമയം കിട്ടി എന്തായാലും പോയി കാണണം. നിങ്ങൾക്ക് അത് ഇഷ്ടാവും തന്നെയാണ് വിശ്വസിക്കുന്നത്. ഏറെ സ്നേഹത്തോടെ. ഓക്കെ. അപ്പോൾ സ്നേഹത്തോടെ.